ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, മലയാള സിനിമകളിലെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് നിരവധി ക്രൈസ്തവ ഗാനങ്ങൾ പകർന്നു നൽകിയ സിനിമകൾ ആണ് മലയാള സിനിമകൾ. സിനിമകൾക്ക് വേണ്ടി എഴുതിയ ക്രൈസ്തവ ഗാനങ്ങൾ എല്ലാം തന്നെ ജാതിമത ഭേദമന്യേ ഏവരുടെയും ജനശ്രദ്ധ ആകർഷിച്ചു. ഗാനങ്ങളിൽ നിറഞ്ഞു നിന്ന ക്രൈസ്തവ മൂല്യങ്ങൾ പ്രേക്ഷകരിൽ ചലനം സൃഷ്ടിച്ചു. ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും വറ്റാത്ത നീർച്ചാലുകൾ ആണ് പഴയകാല ക്രൈസ്തവ സിനിമാ ഗാനങ്ങൾ. സിനിമ പുറത്തിറങ്ങിയ വർഷം, സിനിമയുടെ പേര്, ഗാനം, ഗാനരചന, സംഗീതം എന്നീ ക്രമത്തിലാണ് നാം ഈ ഗാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. 1954 പുറത്തിറങ്ങിയ സ്നേഹസീമ എന്ന സിനിമയിലെ കനിവോലും കമനീയ ഹൃദയം എന്ന ഗാനം, ഗാനരചന അഭയ്ദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി. 1958 പുറത്തിറങ്ങിയ മറിയക്കുട്ടി എന്ന സിനിമയിലെ ഈശപുത്രനെ വാ എന്ന ഗാനം, ഗാനരചന തിനയിനാർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. 1958 പുറത്തിറങ്ങിയ ലില്ലി എന്ന സിനിമയിലെ കന്യകാ മറിയമേ തായേ എന്ന ഗാനവും യേശുനായക എന്ന ഗാനത്തിൻ്റെയും രചനകൾ നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരനും സംഗീതം MS വിശ്വനാഥനും TK രാമമൂർത്തിയും ചേർന്നാണ്. 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന സിനിമയിലെ നിത്യസഹായനാഥേ എന്ന ഗാനം, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. 1961 പുറത്തിറങ്ങിയ നീലി സായ്ലി എന്ന സിനിമയിലെ ദൈവത്തിൻ എന്ന ഗാനം, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. 1961 പുറത്തിറങ്ങിയ ക്രിസ്തുമസ് രാത്രി എന്ന സിനിമയിലെ വിണ്ണിൽ നിന്നും എന്ന ഗാനവും മിശിഹാനാഥൻ എന്ന ഗാനവും കിനാവിൻ്റെ എന്ന ഗാനവും നന്മ നിറഞ്ഞോരമ്മേ എന്ന ഗാനത്തിൻ്റെയും രചനകൾ നിർവഹിച്ചിട്ടുള്ളത് പി ഭാസ്കരനും സംഗീതം ബ്രദർ ലക്ഷ്മണനും ആണ്. 1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി എന്ന സിനിമയിലെ കന്യകാ മറിയമേ തായേ എന്ന ഗാനവും വേദനകൾ കരളിൻ വേദനകൾ എന്ന ഗാനവും ആവേ മരിയ എന്ന ഗാനവും അമ്മ കന്യാമണി തൻ്റെ എന്ന ഗാനത്തിൻ്റെയും രചനകൾ നിർവഹിച്ചിട്ടുള്ളത് അഭയ്ദേവും സംഗീതം വി ദക്ഷിണാമൂർത്തിയും ആണ്. 1962 പുറത്തിറങ്ങിയ വേലുത്തമ്പി ദളവ എന്ന സിനിമയിലെ ആകാശത്തിരിക്കും എന്ന ഗാനം, ഗാനരചന അഭയ്ദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി. 1963 പുറത്തിറങ്ങിയ നിണമണിന കാൽപ്പാടുകൾ എന്ന സിനിമയിലെ കന്യാതനയ എന്ന ഗാനം, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. 1963 പുറത്തിറങ്ങിയ സ്നാപക യോഹനാൻ എന്ന സിനിമയിലെ ഓശാന ദാവീദിൻ എന്ന ഗാനവും ആകാശത്തിൻ മഹിമാവേ എന്ന ഗാനവും തന്നെപ്പോൽ തൻ്റെ എന്ന ഗാനവും ഗലീലിയ കടലിലെ എന്ന ഗാനത്തിൻ്റെയും രചനകൾ നിർവഹിച്ചിട്ടുള്ളത് തിരുനയിനാർ കുറിച്ചി മാധവൻ നായരും സംഗീതം ബ്രദർ ലക്ഷ്മണനും ആണ്. റബേക്ക എന്ന സിനിമയിലെ യെരുശലേമിൻ നായകനെ എന്ന ഗാനം, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം കെ രാഘവൻ. 1964 പുറത്തിറങ്ങിയ അൾത്താര എന്ന സിനിമയിലെ കന്യകാ മറിയമേ പുണ്യപ്രകാശമേ എന്ന ഗാനവും ദീപമേ നീ നടത്തുക എന്ന ഗാനത്തിൻ്റെയും രചന നിർവഹിച്ചിരിക്കുന്നത് തിരുനയിനാർ കുറിച്ചി മാധവൻ നായരും സംഗീതം MB ശ്രീനിവാസനും ആണ്. 1964 പുറത്തിറങ്ങിയ ഒരാൾ കൂടി കള്ളനായി എന്ന സിനിമയിലെ കാരുണ്യം കൊള്ളുന്ന എന്ന ഗാനം, ഗാനരചന G ശങ്കരക്കുറുപ്പ്, സംഗീതം KV ജോബ്.
1965 പുറത്തിറങ്ങിയ തങ്കക്കുടം എന്ന സിനിമയിലെ യേശു നായക ദേവ എന്ന ഗാനം ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. 1965 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാക എന്ന സിനിമയിലെ മുൾമുടി ചൂടിയ നാഥ എന്ന ഗാനം ഗാനരചന വർഗീസ് വടകര, സംഗീതം ജയ വിജയ. 1965 പുറത്തിറങ്ങിയ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിലെ ഞാനുറങ്ങാൻ പോകും എന്ന ഗാനം ഗാനരചന വർഗീസ് മാളിയേക്കൽ, സംഗീതം KV ജോ. 1966 പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി സാറാമ എന്ന സിനിമയിലെ യെരുശലേമിൻ നാഥ എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം LPR വർമ്മ. 1968 പുറത്തിറങ്ങിയ അധ്യാപിക എന്ന സിനിമയിലെ കന്യാനന്ദന എന്ന ഗാനം ഗാനരചന ONV കുറുപ്പ്, സംഗീതം V ദക്ഷിണാമൂർത്തി. 1969 പുറത്തിറങ്ങിയ ജന്മഭൂമി എന്ന സിനിമയിലെ വിണ്ണാളും ലോകപിതാവേ എന്ന ഗാനം ഗാനരചന P ഭാസ്കരൻ, സംഗീതം BA ചിദംബരനാഥ്. 1969 പുറത്തിറങ്ങിയ നദി എന്ന സിനിമയിലെ നിത്യവിശുദ്ധയാം എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1970 പുറത്തിറങ്ങിയ അരനാഴിക നേരം എന്ന സിനിമയിലെ ദൈവപുത്രന് എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1971 പുറത്തിറങ്ങിയ മകനെ നിനക്കു വേണ്ടി എന്ന സിനിമയിലെ ബാവാക്യും പുത്രനും എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1971 പുറത്തിറങ്ങിയ ബോബനും മോളിയും എന്ന ചിത്രത്തിലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജോസഫ് കൃഷ്ണ. 1972 പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന സിനിമയിലെ വെളിച്ചമേ നയിച്ചാലും എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MB ശ്രീനിവാസൻ. 1973 പുറത്തിറങ്ങിയ സ്വർഗപുത്രി എന്ന സിനിമയിലെ ദൈവപുത്രനിൽ എന്ന ഗാനം ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം G ദേവരാജൻ. 1973 പുറത്തിറങ്ങിയ കാറ്റു വിതച്ചവൻ എന്ന സിനിമയിലെ നീ എൻ്റെ പ്രാർത്ഥന എന്ന ഗാനം ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം പീറ്റർ റൂബൻ. 1973 പുറത്തിറങ്ങിയ നഖങ്ങൾ എന്ന സിനിമയിലെ മാതാവേ മാതാവേ എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1973 പുറത്തിറങ്ങിയ ചുക്ക് എന്ന സിനിമയിലെ യെരുശലേമിലെ എന്ന ഗാനവും വെള്ളിക്കുരിശ് എന്ന ഗാനവും, രണ്ട് ഗാനങ്ങളുടെയും രചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയും സംഗീതം G ദേവരാജനും ആണ്. 1973 പുറത്തിറങ്ങിയ അഴകുള്ള സെലീന എന്ന സിനിമയിലെ സ്നേഹത്തിൻ ഇടയനാം എന്ന ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം KJ യേശുദാസ്. 1973 പുറത്തിറങ്ങിയ പത്മവ്യൂഹം എന്ന സിനിമയിലെ ആദാമിൻ്റെ സന്തതികൾ എന്ന ഗാനം ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. 1973 പുറത്തിറങ്ങിയ ജീസസ് എന്ന ചിത്രത്തിലെ ഗാഗുൽത്ത മലകളെ എന്ന ഗാനം ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം KJ യേശുദാസ്. 1973 പുറത്തിറങ്ങിയ ജീസസ് എന്ന സിനിമയിലെ അത്യുന്നതങ്ങളിൽ വാഴ്ത്തപ്പെടും എന്ന ഗാനം ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജോസഫ് കൃഷ്ണ. 1973 പുറത്തിറങ്ങിയ ജീസസ് എന്ന ചിത്രത്തിലെ ഓശാന എന്ന ഗാനം ഗാനരചന അഗസ്റ്റിൻ വഞ്ചിമല, സംഗീതം ആലപ്പി രംഗനാഥ്. 1972 പുറത്തിറങ്ങിയ മിസ് മേരി എന്ന സിനിമയിലെ നീ എൻ്റെ വെളിച്ചം എന്ന ഗാനം ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം RK ഗോവർ.
1974 പുറത്തിറങ്ങിയ നാത്തൂൻ എന്ന സിനിമയിലെ യേശു മാതാവേ ജനനി ആശ്രയം നീയേ എന്ന ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS ബാബുരാജ്. 1974 പുറത്തിറങ്ങിയ പൂന്തേനരുവി എന്ന സിനിമയിലെ വേദന താങ്ങുവാൻ എന്ന ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. 1975 പുറത്തിറങ്ങിയ ഉല്ലാസയാത്ര എന്ന സിനിമയിലെ ക്രിസ്തുമസ് പുഷ്പം വിടർന്നു എന്ന ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ. 1975 പുറത്തിറങ്ങിയ ചലനം എന്ന സിനിമയിലെ അത്യുന്നതങ്ങളിൽ എന്ന ഗാനം, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1975 പുറത്തിറങ്ങിയ തോമാസ് ലീഹ എന്ന സിനിമയിലെ ദുഃഖിതരെ പീഡിതരെ എന്ന ഗാനം, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൗധരി. 1975 പുറത്തിറങ്ങിയ തോമാസ് ലീഹ എന്ന ചിത്രത്തിലെ മലയാറ്റൂർ മലയും കയറി എന്ന ഗാനം, ഗാനരചന കെടാമംഗലം സദാനന്ദൻ, സംഗീതം സെബാസ്റ്റ്യൻ ജോസഫ്. 1975 പുറത്തിറങ്ങിയ പ്രിയമുള്ള സോഫിയ എന്ന സിനിമയിലെ വേദനകൾ തലോടി എന്ന ഗാനം, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം G ദേവരാജൻ. 1977 പുറത്തിറങ്ങിയ ടാക്സി ഡ്രൈവർ എന്ന സിനിമയിലെ സ്വർഗലോകനാഥനാം യഹോവയെ എന്ന ഗാനം, ഗാനരചന ശ്രീധരൻ നായർ, സംഗീതം ജോഷി. 1977 പുറത്തിറങ്ങിയ അപരാധി എന്ന സിനിമയിലെ നന്മ നേരും അമ്മ എന്ന ഗാനം, ഗാനരചന P ഭാസ്കരൻ, സംഗീതം സലീൽ ചൗധരി. 1978 പുറത്തിറങ്ങിയ രഘുവംശം എന്ന സിനിമയിലെ പുതിയൊരു പുലരി എന്ന ഗാനം, ഗാനരചന അൻവർ സുബൈർ, സംഗീതം AT ഉമ്മർ. 1979 പുറത്തിറങ്ങിയ തുറമുഖം എന്ന സിനിമയിലെ ശാന്തരാത്രി തിരുരാത്രി എന്ന ഗാനം, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MK അർജുനൻ. 1979 പുറത്തിറങ്ങിയ ജീവിതഗാനം എന്ന സിനിമയിലെ സത്യനായക മുക്തിദായക എന്ന ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ. 1979 പുറത്തിറങ്ങിയ സായുജ്യം എന്ന സിനിമയിലെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന ഗാനം, ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം KJ ജോയ്. 1983 പുറത്തിറങ്ങിയ ആശ്രയം എന്ന സിനിമയിലെ നിത്യനായ മനുഷ്യനു വേണ്ടി എന്ന ഗാനം, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MB ശ്രീനിവാസൻ. 1984 പുറത്തിറങ്ങിയ കടമറ്റത്തച്ഛൻ എന്ന സിനിമയിലെ നിത്യസഹായ മാതാവേ എന്ന ഗാനം, ഗാനരചന പൂവച്ചൽ ഖാദറും കുർക്കഞ്ചേരി സുഗതനും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്, സംഗീതം AT ഉമ്മർ. 1985 പുറത്തിറങ്ങിയ ബിന്ദു എന്ന സിനിമയിലെ ചൈതന്യമേ എന്ന ഗാനം, ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റൂബൻ. 1993 പുറത്തിറങ്ങിയ സമാഗമം എന്ന സിനിമയിലെ വാഴ്ത്തിടുന്നിത ഞാൻ എന്ന ഗാനം, ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ. 1997 പുറത്തിറങ്ങിയ വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ അനുപമ സ്നേഹ ചൈതന്യമേ എന്ന ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലെ കരുണാമയനെ കാവൽ വിളക്കേ എന്ന ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. 1999 പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലെ വിശ്വം കാക്കുന്ന നാഥ എന്ന ഗാനം, ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം ജോൺസൺ. 2002 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന സിനിമയിലെ നന്മ നിറഞ്ഞവളെ കന്യാമറിയമേ എന്ന ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG ശ്രീകുമാർ. 1997 പുറത്തിറങ്ങിയ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ വാതിൽ തുറക്കൂ നീ കാലമേ എന്ന ഗാനം,
ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി. 2013 പുറത്തിറങ്ങിയ ഇമാനുവേൽ എന്ന സിനിമയിലെ എന്നോട് കൂടെ വസിക്കുന്ന ദൈവമേ എന്ന ഗാനം, സംഗീതം അഫ്സൽ യൂസഫ്. 2013 പുറത്തിറങ്ങിയ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി എന്ന സിനിമയിലെ രക്ഷക നീ കണ്ടതിലൻ എന്ന ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് അമൻ. 2016 പുറത്തിറങ്ങിയ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയിലെ പൂവിതളായി ഞാൻ നാഥ എന്ന ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ. 2016 പുറത്തിറങ്ങിയ ചാർലി എന്ന സിനിമയിലെ സ്നേഹം നീ നാഥ എന്ന ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. 2017 പുറത്തിറങ്ങിയ ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയിലെ ഒടുവിലെ യാത്രയ്ക്കായി എന്ന ഗാനം, ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. 2018 പുറത്തിറങ്ങിയ അബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയിലെ യെരുസലേം നായക എന്ന ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. 2019 പുറത്തിറങ്ങിയ ജോസഫ് എന്ന സിനിമയിലെ ഉയിരിൻ നാഥനെ എന്ന ഗാനം, ഗാനരചന ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്. മലയാള സിനിമയിലെ ക്രൈസ്തവ ഗാനങ്ങളെക്കുറിച്ച് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ പരാമർശിക്കാത്ത ഏതാനും ചില പാട്ടുകൾ കൂടി മലയാള സിനിമകളിൽ ഉണ്ട്. പ്രേക്ഷകർ അവയും കൂടി കണ്ടെത്തി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാണ്. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.